മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടിച്ചത്. പഴയ രേഖകൾ മാത്രമാണ് കത്തിയതെന്നും ബാങ്കിന്റെ നിലവിലെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയേൽ പ്രതികരിച്ചു. പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷമാകുന്ന ബാങ്കിൽ പേപ്പറിൽ കുറെ അധികം രേഖകൾ ഉണ്ടായിരുന്നു. ഈ രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ബാങ്കിന്റെ പ്രതിദിന പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത രേഖകളാണ് മുറിയിലുണ്ടായിരുന്നത്. പുക കണ്ടതിനെ തുടർന്ന് കമ്പ്യൂട്ടറുകളും മറ്റ് ഉപകരണങ്ങളും ഓഫാക്കിയിരുന്നെന്നും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനാൽ ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയേൽ പറഞ്ഞു. 2 റൂമുകളിൽ പഴയ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് റാക്കിലും മേശയിലായിട്ട് പഴയ റെക്കോർഡ്സ് മാത്രം വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെഗുലർ യൂസ് ഇല്ല. ഒരു 6-7 മാസം മുമ്പ് അതിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കിയിരുന്ന റൂമാണ്. അതിനകത്താണ് ഇപ്പോൾ ഫയർ ഉണ്ടായിരിക്കുന്നത്. അതിനടുത്ത റൂമുകളുണ്ട്, അതിലും കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. അതിലും ഫയർ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും എന്നുള്ളൊരു പ്രഥമ സംശയത്തിൽ ഇലക്ട്രിക് സപ്ലൈ മുഴുവൻ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് വന്ന് അവർ വെള്ളം അടിച്ച് ഇപ്പോൾ ഫയർ പൂർണ്ണമായിട്ടും കൺട്രോളിലായിട്ടുണ്ട്. ഇനി തുറന്നു നോക്കിയാൽ മാത്രമേ ഡാമേജിൻ്റെ എക്സ്റ്റെൻറ്റ് അറിയാനൊക്കെ. ഈ ഇടപാടുകാരെ സംബന്ധിച്ച് യാതൊരു ഡോക്യുമെൻറ്റും നഷ്ടപ്പെട്ടു. എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മുടെ സ്ട്രോങ് റൂമിൽ സേഫായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഓഫീസ് റൂമിനകത്ത് ഫംഗ്ഷൻ എല്ലാം ഉണ്ട്. സിസ്റ്റത്തിനകത്ത് എല്ലാം കാര്യമാണ്. ഒരു നഷ്ടവും നമുക്ക് ബാങ്കിന് ഈ പഴയ റെക്കോർഡ്സ് അത്ര ആവശ്യമില്ലാത്ത റെക്കോർഡ്സ് നക്കി പോയി എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിന് ഫോർ ദ ടൈം ബീങ് വന്നിട്ടില്ല. കെട്ടിടത്തിന് എന്ത് ഡാമേജ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ. ഇത് ഈ അടുത്ത വർഷമായി കഴിഞ്ഞാൽ 100 വർഷം തികയുന്ന ബാങ്കാണ്. ഈ നമ്മുടെ ക്യാഷ് അടയ്ക്കുന്നതിൻ്റെ റെസീറ്റുകൾ, പഴയ യൂസ്ഡ് ബാലറ്റ് പേപ്പറുകൾ, കൊണ്ടുപോകാതിരിക്കുന്ന ബാലറ്റ്, യൂസ്ഡ് അല്ലാത്ത ബാലറ്റ് പേപ്പറുകൾ, പിന്നെ കുറേ പഴയ റെക്കോർഡ്സ്, ഒത്തിരി സിസ്റ്റംസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിനകത്തുള്ള ഇപ്പം നമുക്ക് കറണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നും അതിനകത്ത് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളതല്ല. എല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ. തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴയ രേഖകളാണ് കത്തി നശിച്ചതെന്ന് ഭരണസമിതി പറയുമ്പോഴും ബാങ്കിന്റെ നഷ്ടത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. സംഭവത്തിൽ ഫയർഫോഴ്സും അന്വേഷണം നടത്തും.